എല്ലാ ദിവസവും ഒരു ക്ഷേത്രമുറ്റത്ത് നിന്ന് പുത്തൻ പുലരി തുടങ്ങിയാലാണ് അതിന് ഭംഗി കൂടുക. ഇന്നും ശബരിമലയിലേക്കാണ്. വിഷുക്കണി ദർശനത്തിനൊരുങ്ങി ശബരിമല അയ്യപ്പ സന്നിധാനം. നാളെ പുലർച്ചെ 4 മണിക്ക് നട തുറക്കും. 4 മണി മുതൽ 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. കണി കണ്ട് തൊഴുന്നതിനൊപ്പം ശ്രീകോവിലിൽ നിന്നും ഭക്തർക്ക് വിഷുക്കൈനീട്ടവും നൽകും. ഇനിയുള്ള മണിക്കൂറുകളിൽ തിരക്ക് കൂടുമെന്നതിനാൽ വിപുലമായ തയ്യാറെടുപ്പുകളിലാണ് സന്നിധാനം. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, വിഷുത്തലേന്ന് ശബരിമല സന്നിധാനം എങ്ങനെ? കൃഷ്ണരാജ്, സ്വാമി ശരണം. നാളെ വിഷുവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് സന്നിധാനം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഒരു വിശേഷ അവസരം അത് വിഷുവാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം ഈ ദിവസം ഉണ്ടാകും. 46,000-ന് മുകളിലാണ് നാളെ വെർച്വൽ ക്യൂ ബുക്കിംഗ്. ഒപ്പം തന്നെ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. 50,000-ന് മുകളിൽ ഭക്തജനങ്ങൾ നാളെ സന്നിധാനത്തേക്ക് എത്തും. വിഷുക്കണി ദർശനം നടത്തും. വിഷുക്കണി ദർശനമൊക്കെ നടത്തി ഒരു പുതുവർഷത്തിലേക്ക്, പുതു നിമിഷങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്ക് സന്നിധാനത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ്. നാളെ പുലർച്ചെ 4 മുതൽ 7 വരെയാണ് വിഷുക്കണി ദർശനം. ഇന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം മേൽശാന്തിയും കീഴ്ശാന്തിയും പരികർമ്മികളും എല്ലാം ചേർന്ന് ഭഗവാന് കണി ഒരുക്കി വെക്കും. അങ്ങനെയാണ് ഹരിവരാസനം പാടി കണിയോടുകൂടിയാണ് വിഷുക്കണി ഒരുക്കി വെച്ചതിന് ശേഷമാണ് ഇന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കുക. രാത്രി 10 മണിക്ക്. നാളെ പുലർച്ചെ 4 മണിക്ക് കണിവെള്ളരിയുടെയും കൊന്നപ്പൂവിൻ്റെയും ഒക്കെ ആ ഒരു നൈർമല്യത്തോടു കൂടിയാണ്, ആ ഒരു വെട്ടത്തോടു കൂടിയാണ് നാളെ നട തുറക്കുക. രാവിലെ പുലർച്ചെ 4 മണിക്ക് മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിച്ചതിന് ശേഷം ഭഗവാനെ ആദ്യം വിഷുക്കണി കാണിക്കും. അതിനുശേഷം ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിനുള്ള സൗകര്യം. 4 മുതൽ 7 വരെ വിഷുക്കണി ദർശനം മാത്രമല്ല, ഭക്തജനങ്ങൾക്ക് ശ്രീകോവിലിൽ നിന്നും തന്ത്രി കണ്ഠരര് രാജീവര്, തന്ത്രി ബ്രഹ്മദത്തൻ, മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന വിഷുക്കോയി നീട്ടവും നൽകും. ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായിട്ടുള്ള, ഏറ്റവും നൈർമല്യം നൽകുന്ന നിമിഷങ്ങളാണ് നാളെ വിഷുക്കണി ദർശനവും ഒപ്പം ശ്രീകോവിലിൽ നിന്നുള്ള വിഷുക്കൈനീട്ടം തന്ത്രിയിൽ നിന്നും മേൽശാന്തിയിൽ നിന്നുമൊക്കെ ലഭിക്കുക എന്നുള്ളതും. അതുകൊണ്ട് തന്നെ വലിയ തീർത്ഥാടക പ്രവാഹമായിരിക്കും നാളെ സന്നിധാനത്ത് ഉണ്ടാവുക. ഒപ്പം തന്നെ ഇന്ന് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ സന്നിധാനത്ത് തമ്പടിക്കുന്നുണ്ട്. അവരും വിഷുക്കണി ദർശനത്തിന് ശേഷമാകും നാളെ തിരികെ മടങ്ങുക. അതുകൊണ്ട് വലിയ തിരക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണി വരെ 16,000-ന് മുകളിൽ ഭക്തജനങ്ങൾ, 16,882 ഭക്തജനങ്ങളാണ് ഇന്നലെ രാത്രി 10 മണി വരെ ദർശനം നടത്തിയത്. ഇന്നലെ രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരത്തോടു കൂടി തിരക്കിന് ചെറിയ ശമനം വന്നു. നാളെ വലിയ തിരക്ക്, 46,000-ന് മുകളിൽ ഇപ്പോൾ തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് വരുമ്പോൾ സ്പോട്ട് ബുക്കിംഗ് കൂടെ കൂട്ടി 50,000-ന് മുകളിലേക്ക് 10,000-ഓളം ഭക്തജനങ്ങൾ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ക്രമീകരിച്ചുകൊണ്ട് ദർശനത്തിന് എത്തും. അപ്പോൾ ഒരു 50,000-ന് മുകളിൽ ഭക്തജനങ്ങൾ നാളെ സന്നിധാനത്തേക്ക് എത്തും. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സന്നിധാനത്തേക്ക് ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിക്കുന്നുണ്ട്. KSRTC കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട്. പമ്പ ഡിപ്പോയ്ക്ക് മാത്രം 85 കൂടുതൽ ബസ്സുകൾ KSRTC അനുവദിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പോകളിൽ നിന്നും പമ്പയിലേക്ക് സ്പെഷ്യൽ സർവീസും KSRTC ഈ വിഷുദിനത്തോടനുബന്ധിച്ച് സന്നിധാനത്തേക്ക് നടത്തുന്നുണ്ട്. അങ്ങനെ വലിയ മുന്നൊരുക്കങ്ങളിലാണ് സന്നിധാനം. നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് ഈ 18 ദിവസം നട തുറന്നിരുന്നപ്പോൾ വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് അറിയിച്ചിരുന്നു. അതിനോട് അനുബന്ധിച്ച് തന്നെയുള്ള ക്രമീകരണങ്ങളാണ് ഈ 10-ാം തീയതിക്ക് ശേഷം മുന്നോട്ട് പോവുകയും ചെയ്തത്. മാളികപ്പുറങ്ങളും കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരുമൊക്കെ ഈ ദിവസങ്ങളിൽ ധാരാളമായി എത്തുന്നുണ്ട്. വേനലവധിക്കാലമായതുകൊണ്ട് 10-ാം തീയതിക്ക് ശേഷം അങ്ങനെ വലിയ ഒരു തിരക്ക്, ഈ മാളികപ്പുറങ്ങളുടെയൊക്കെ വലിയൊരു തിരക്ക്, കുഞ്ഞയ്യപ്പന്മാരുടെയൊക്കെ വലിയൊരു തിരക്ക് സന്നിധാനത്ത് കാണാം. ഒപ്പം 10-ാം തീയതിക്ക് ശേഷം ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും ധാരാളമായി എത്തുന്നു എന്നുള്ള സവിശേഷതയുണ്ട്. 10-ാം തീയതിക്ക് മുൻപ് മലയാളികളായിരുന്നു കൂടുതലായിട്ട് ദർശനത്തിന് എത്തിയതെങ്കിൽ ആ സ്ഥിതി മാറുന്നു. 10-ാം തീയതിക്ക് ശേഷം കഴിഞ്ഞ 3 ദിവസമായിട്ട് കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്യസംസ്ഥാന ഭക്തജനങ്ങളും കൂടുതലായി എത്തുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് സന്നിധാനത്തിൽ നിന്ന് എത്തിച്ച കാഴ്ചയിൽ അത് നേരിട്ടുള്ള ദർശന സംവിധാനമായിരുന്നു. കൊടിമരച്ചുവട്ടിൽ നിന്നും 18-ാം പടി കയറിയെത്തുന്ന ഭക്തജനങ്ങളെ കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽപുര വഴി നേരെ കടത്തി വിടുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് തിരക്ക് കൂടിയപ്പോൾ ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലൈ ഓവറിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 3 ദിവസവും രാവിലെ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതിന് സമാനമായ കാഴ്ച, തിങ്ങി നിറഞ്ഞാണ് ഭക്തജനങ്ങൾ രാവിലെ ഈ സമയത്ത് ഒരു 9 മണി വരെ ഫ്ലൈ ഓവറിൽ മുഴുവൻ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരിക്കും. താഴെ നടപ്പന്തലിലും സമാനമായ കാഴ്ചയാണ്. ശരണമന്ത്ര മുഖരിതമാണ് സന്നിധാനം.
ശരണം വിളികൾ മാത്രം മുഴങ്ങുന്ന ഭക്തി നിർഭരമായിട്ടുള്ള ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചയാണ് ഈ വിഷുദിനത്തോടനുബന്ധിച്ച് നമുക്ക് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ഇനി നാളെ വിഷുക്കണി ദർശനം, ആ വിഷുക്കണി ദർശനം തൊഴുക എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർവൃത്തിയുടെ ഏറ്റവും പുണ്യകരമായിട്ടുള്ള നിമിഷങ്ങളുടെ അവരുടെ ഒരു ഏറ്റവും ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന സമയമായിരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാം ഇവിടെ തമ്പടിക്കുന്നുണ്ട്. താഴെ നടപ്പന്തലിന് സമീപത്തും ഒപ്പം 18-ാം പടിക്ക് താഴെയും ഒക്കെ ആയിട്ട് മാളികപ്പുറത്തിന് സമീപത്തും അന്നദാന മണ്ഡപത്തിന്റെ മുൻഭാഗത്തും ഒക്കെ ആയിട്ട് ഭക്തജനങ്ങൾ ധാരാളമായി തമ്പടിക്കുന്നുണ്ട്. അവരെല്ലാം നാളെ വിഷുക്കണി ദർശനം കൂടി കഴിഞ്ഞിട്ടായിരിക്കും, വിഷുദിനം കൂടി കഴിഞ്ഞിട്ടായിരിക്കും മലയിറങ്ങുക. അപ്പോൾ വലിയൊരു തിരക്ക് സന്നിധാനത്ത് ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കൃഷ്ണരാജ്. മിഥുൻ, ഭക്തജനങ്ങളിലേക്ക് കൂടി പോകാമോ? കാരണം വിഷു തലേന്ന് ദർശനം നടത്തുക എന്ന സൗഭാഗ്യം വിഷുവിന് തമ്പടിക്കുന്നുണ്ടോ, നാളെ കണി കാണാൻ നിൽപ്പുണ്ടോ, എല്ലാം ചോദിക്കണമല്ലോ അവരോട്. തീർച്ചയായും ഇവിടെയുണ്ട് ഇപ്പോൾ സ്വാമി ശരണം. മലയാളിയാ? സ്വാമിയാ? തെലുഗു. ആന്ധ്രാപ്രദേശ്, രാജമണ്ഡി. സ്വാമി ശരണം. സ്വാമി ശരണം. എവിടുന്നാ? ബാംഗ്ലൂർ. അതെ അതെ, ബാംഗ്ലൂർ മലയാളിയാണ്. തന്നെ മടങ്ങുമോ അതോ ഫ്രണ്ട്സും ഉണ്ട്. ഇന്ന് തന്നെ മടങ്ങുമോ അതോ നാളെ വിഷുക്കണി? ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം നല്ല ദർശനം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ രാവിലെ ഇപ്പം ദർശനം കഴിഞ്ഞിട്ട് പോകാന്ന് അഭിഷേകത്തിന്റെ പ്രസാദം മേടിച്ച്. എത്ര പേരടങ്ങുന്ന സംഘമാണ്? ഞങ്ങൾ 12 പേരടങ്ങുന്ന സംഘം. അതെ, സന്തോഷം. സ്വാമി ശരണം. സ്വാമി ശരണം. ദർശനം കഴിഞ്ഞ ഭക്തജനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ഭക്തൻ ഇന്നലെ ദർശനം തൊഴുതു നിർവൃത്തിയോടുകൂടി സന്തോഷത്തോടുകൂടി വീണ്ടും ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ, അങ്ങനെ അവർ മടങ്ങുവാണ്. ബാംഗ്ലൂരിൽ നിന്നെത്തിയ ഭക്തജനങ്ങളാണ്. അവരിന്ന് ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ താഴെ കാണുന്ന നടപ്പന്തലിന് സമീപത്തും 18-ാം പടിക്ക് താഴെയും ഒക്കെ കാണുന്ന ഭക്തജനങ്ങൾ അവിടെ തമ്പടിക്കുന്നത് കാണുന്നുണ്ട്. അവരോടൊക്കെ നേരത്തെ സംസാരിക്കുമ്പോഴൊക്കെ അവർ വിഷുക്കണി ദർശനം അല്ലെങ്കിൽ വിഷുക്കണി ദർശനം സാധ്യമായില്ലെങ്കിൽ വിഷുദിനത്തിൽ ദർശനം സാധ്യമാക്കിയിട്ട് മടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സ്വാമി ശരണം. സ്വാമി ശരണം. സ്വാമി ശരണം. എവിടെ നിന്ന് വരുന്നേ? കോയമ്പത്തൂർ. തമിഴ്. ഇന്ന് തിരുമ്പുവാ? അതൊക്കെ இல்ல நாளைக்கு, இன்னைக்கு நாளைக்கு. நான் விஷு பார்த்துட்டு தான் காணிக்க வாங்கிட்டு தான். സന്തോഷത്തോടു കൂടി മടങ്ങാൻ. ஓ, நான் மாசம் வரணும். ஓ, இப்போ 3 பேர், நானும் குட்டியும் இன்னொருத்தரும். സ്വാമി ശരണം. சாமி சரணம். எப்படி இருக்கு மலைகேற்றம்? சூப்பரா இருக்கு. சாமியை பார்க்க போகிறதுக்கு ரொம்ப ஹாப்பியா? ரொம்ப ஹாப்பின்னு சொல்லு. ரொம்ப ஹாப்பி. சாமி கொடுத்த அருள் தான். സ്വാമി ശരണം. എവിടെ? കന്യാകുമാരി. ഇന്ന് തിരുമ്പുക അതാ വിഷു ദർക്കണിക്ക് അപ്പുറം? അല്ല, വിഷു കാണും. വിഷു കളഞ്ഞു. ഞങ്ങൾ 11 പേർ. ആമാ. ഇവിടെ ഉണ്ട്. സ്വാമി ശരണം. സ്വാമി ശരണം. മലകയറ്റമൊക്കെ എപ്പടി ഇருக்கு? நல்லா இருக்கு. ഇപ്പോൾ കോയമ്പത്തൂർ, കന്യാകുമാരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തിയിരിക്കുന്ന അയൽ സംസ്ഥാനത്തു നിന്നുള്ള ഭക്തജനങ്ങളെയാണ് നമുക്ക് ഇവിടുന്ന് കൂടുതലായി കാണാൻ കഴിയുന്നത്. കർണാടക, ആന്ധ്ര തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ഭക്തജനങ്ങൾ ധാരാളമായി വരുന്നു എന്നുള്ളതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവരെല്ലാം നമ്മളിപ്പോൾ കേട്ടതുപോലെ അവർ പറഞ്ഞതുപോലെ നാളെ വിഷുക്കണി ദർശനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും മടങ്ങുക എന്നുള്ളതാണ്. ഇനി എത്തുന്ന ഭക്തജനങ്ങളുടെ എല്ലാം ലക്ഷ്യവും അതുതന്നെയായിരിക്കും. വിഷുക്കണി ദർശനത്തിന് ശേഷം തിരികെ മടങ്ങുക എന്നുള്ള ലക്ഷ്യമായിരിക്കും ഇനിയുള്ള ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. 16-അംഗ സംഘമാണ് കുറച്ചു മുമ്പേ നമ്മളോട് പ്രതികരിച്ചത്. അവർ കന്യാകുമാരിയിൽ നിന്നെത്തിയിരിക്കുന്ന സംഘം അവർ ഇവിടെ തന്നെ സന്നിധാനത്ത് തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ വലിയ സംഘമായി ഭക്തജനങ്ങൾ എത്തുമ്പോൾ അവർ നാളെ വിഷുക്കണി ദർശിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സന്നിധാനത്ത് നിലയുറപ്പിക്കുമ്പോൾ ഇനി വിഷുക്കണി ദർശിക്കാനായില്ലെങ്കിൽ വിഷുദിനത്തിൽ ഭഗവാനെ കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യത്തോടു കൂടി സന്നിധാനത്ത് നിലയുറപ്പിക്കുമ്പോൾ വരും മണിക്കൂറുകളിൽ വലിയ തിരക്ക് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് പോലീസും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പോൾ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായി മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നു. അതിനനുസൃതമായിട്ട് ഘട്ടം ഘട്ടമായി നടപ്പന്തലിൽ നിന്നും ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിടുന്നു. ഫ്ലൈ ഓവർ നിറയുമ്പോൾ താഴെ ഭക്തജനങ്ങളെ കയറ്റി വിടുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കും. പിന്നീട് ഫ്ലൈ ഓവറിൽ നിന്ന് ഭക്തജനങ്ങളെ നീക്കുന്നതിനനുസരിച്ചാണ് അത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് എങ്ങനെയാണോ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത് അതിന് സമാനമായി തന്നെ ഇന്നും ഇന്നലെയും എല്ലാമായിട്ട് തിരക്ക് കൂടിയ സാഹചര്യങ്ങളിൽ സന്നിധാനത്ത് തിരക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഭക്തജന പ്രവാഹമാണ്. കാരണം നാളെ വിഷുക്കണി ദർശനത്തിന് ഇന്നേ എത്തി തമ്പടിക്കുന്നവർ, കണി കണ്ടേ മടങ്ങൂ എന്ന് തീരുമാനിച്ചു വരുന്നവർ നാളെ നല്ല തിരക്കാകും എന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡും. ഒപ്പം മിഥുൻ മുരളി നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്.